മറ്റൊരു കലാപ്രതിഭ ചേരുകയാണ് നിമ പ്രവീൺ. ആരാണ് നിമ പ്രവീൺ? കൂടുതൽ വിശദാംശങ്ങൾ അവരോട് തന്നെ ചോദിച്ചറിയാൻ. നിമ പ്രവീൺ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഏതൊക്കെ ഐറ്റംസിലാണ് പങ്കെടുത്തത്? ശാസ്ത്രീയ സംഗീതം, മാർഗം കളി, സംഘഗാനം, കഥാപ്രസംഗം. എല്ലാത്തിലും എ ഗ്രേഡ്. അപ്പോൾ എങ്ങനെയാണ് മത്സരങ്ങളൊക്കെ? നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. എല്ലാം നല്ല നിലവാരമുള്ള സ്റ്റാൻഡേർഡുള്ള പ്രോഗ്രാം. എന്താ പറയുക, ഞാൻ കണ്ണൂർ സെൻറ് തെരേസസ് AIHSS. വേണ്ടി കുറേ പോയിന്റ് വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു. ആ ഒരു ആത്മവിശ്വാസം, നല്ല സന്തോഷം തോന്നുന്നു. എൻ്റെ അവസാനത്തെ വർഷമാണ് സ്കൂൾ ജീവിതത്തിലെ. +2 ആയതുകൊണ്ട് അവസാനത്തെ വർഷം ഈ 4 ഐറ്റത്തിന് സ്റ്റേറ്റിലെത്താൻ പറ്റിയതിൽ നല്ല സന്തോഷം. ഏത് വർഷം മുതലാണ് വരാൻ തുടങ്ങിയത്? ഹൈസ്കൂളും ഞാൻ LP മുതലുണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂൾ എത്തിയപ്പോൾ 7th 8th കൊറോണ പ്രളയം, ആ 2 വർഷം അങ്ങനെ പോയി. പിന്നെ 9th 10th ഉണ്ടായിരുന്നു കലോത്സവത്തിന്. ഈ ഐറ്റംസിലൊക്കെ എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ അധ്യാപകരുടെ സപ്പോർട്ടൊക്കെ? എല്ലാവരും നല്ല സപ്പോർട്ടീവായിരുന്നു. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും അവരുള്ളതുകൊണ്ടാണല്ലോ ഇത്ര ഇവിടെ വരെ എത്തിയത്. അച്ഛൻ എന്താണ് പേര് പറയുക? പ്രവീൺ. മോളുടെയൊക്കെ നന്നായിട്ട് സപ്പോർട്ടിങ് ആണ്. സപ്പോർട്ട് കൊടുക്കണ്ടേ? നമ്മളെ മക്കളെ കാര്യം നമ്മൾ നോക്കേണ്ടതല്ലേ. അവരെ എൻജോയ്, അവരെ ചോയ്സ് എന്ന് വെച്ചാൽ അതിനൊക്കെയായിട്ട് നമ്മൾ നീങ്ങിയാലല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഷൈനി. ഈ ഒരു പെർഫോമൻസ് നന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മത്സരങ്ങളൊക്കെ കണ്ടോ? എല്ലാം കണ്ടോ? കണ്ടു, മത്സരങ്ങളെല്ലാം കണ്ടു. നല്ല കോമ്പറ്റീഷനായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവള് പറഞ്ഞ പോലെ അവൾ പഠിക്കുന്ന സ്കൂളിൽ ഈ 12th വരെ അവൾ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ തൊട്ടേ കലോത്സവം സ്റ്റേറ്റ്, പിന്നെ ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും മാത്രമല്ലേ സ്റ്റേറ്റ് ലെവലിൽ വരാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് വരാൻ പറ്റിയതെല്ലാം അവൾ A ഗ്രേഡിൽ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ അതിയായ സന്തോഷം. അവളെ കുറിച്ച് നമുക്ക് അഭിമാനിക്കാം. പഠിക്കാനും മോശമൊന്നല്ല. എന്താണ് സ്വപ്നം? സംഗീതം മുന്നോട്ട് ഗോപികൃഷ്ണൻ, അമ്മയും മകനും കൂടി പഠിപ്പിക്കുന്ന ഡോക്ടർ സുമാ വർമ്മ എന്ന് പറയും. മ്യൂസിക് ടീച്ചർ തന്നെയാണ്. മ്യൂസിക് ടീച്ചറാണ്. മിസ്സിന്റെ മോൻ ഗോപികൃഷ്ണൻ, രണ്ടുപേരും കൂടി എന്നെ പഠിപ്പിക്കുന്നത്. കുറേ ഐറ്റംസിൽ A ഗ്രേഡ് നേടി. അപ്പോൾ ഒരു ലക്ഷ്യമുണ്ടാകും, ഒരു പ്രതീക്ഷ, ഒരു സ്വപ്നമുണ്ടാകും. ആ സ്വപ്നങ്ങളൊക്കെ സംഗീതം ഒക്കെ എന്തായാലും കൊണ്ടുപോകണം തന്നെയുണ്ട്. എങ്കിലും മെയിനായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഇത് വേണമല്ലോ, ജോബ് വേണമല്ലോ. അതുകൊണ്ട് അതിൻ്റെ പ്രൊഫഷൻ അതും വേണം. പഠനം മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ ഒരു സൈഡിലൂടെ സംഗീതം കൊണ്ടുപോകുന്നത്. സംഗീതം വിട്ടുകളയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ പ്രോഗ്രാം ഒന്ന് അവതരിപ്പിക്കാം. തദരും രന തദും നരന രീ 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 രന തദും തദരേ തദരേ ന തദുന രന 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 രനോ തദന രന ല ആ ആ ആ തദരിന നരിന നര ആ നര തദന ല ല ല തദരീ ആനര തദൂര ല ആനര നര രന രാജു വേട്ടല ജൂത മുരാരേ കസ്തൂരി രോങ്ക രാജു വേട്ടല ജൂത മുരാരേ കസ്തൂരി രോങ്ക രാജു വേട്ടല ജൂത മുരാരേ കസ്തൂരി രോങ്ക രാജു
ജുവെടല ജൂത മുരാരേ കസ്തൂരി റുങ്കര ജുവെടല ജൂത മുരാരേ. നിമ സൂപ്പർ, അടിപൊളി. ഏതായാലും നിമ നന്നായി അവതരിപ്പിച്ചു. ഏതായാലും വലിയൊരു സംഗീത പ്രതിഭയായി നിമ മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു അനുഭവമായിരുന്നു തിരുവനന്തപുരത്ത് വന്നിട്ട്. 4 ഐറ്റത്തിൽ എന്തായാലും പങ്കെടുക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷമുണ്ട്. 4 മുതൽ 8 വരെയായിരുന്നു സംസ്ഥാന കലോത്സവം അനന്തപുരിയിൽ അരങ്ങേറിയത്. നമുക്കറിയാം, മീഡിയ വിഷൻ ഈ ഒരു പരിപാടി എല്ലാ ദിവസങ്ങളും തത്സമയം വേദി 1 ൽ നിന്നും 2 ൽ നിന്നും എല്ലാ പ്രധാന മത്സരങ്ങളെല്ലാം തത്സമയ സംപ്രേഷണവുമായി പ്രേക്ഷകർക്കൊപ്പം ഉണ്ടായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട ഐറ്റംസിനും വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണയാണ് മീഡിയ വിഷന് ലഭിച്ചത്. സ്വാഭാവികമായും അതോടൊപ്പം തന്നെ മറ്റു പ്രതിഭകളുടെ പ്രകടനങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രേക്ഷകർക്ക് മുൻപിലെത്തിക്കാൻ മീഡിയ വിഷന് സാധിച്ചു. ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് കെയർ ഗ്രൂപ്പ്, അതോടൊപ്പം തന്നെ കെയർ ശ്രീനാരായണ കോളേജ്, ഇവർ രണ്ടും സ്പോൺസർ ചെയ്യുന്ന ഒരു പരിപാടി മീഡിയ വിഷനെ സഹകരിച്ചുകൊണ്ടാണ്. മീഡിയ വിഷനോട് സഹകരിച്ചിരുന്നു കെയർ ഗ്രൂപ്പ്. കെയർ ഗ്രൂപ്പിൻ്റെ മൊമെൻറ്റോ പ്രതിഭകൾക്ക് നൽകുകയാണ്. കെയർ ഗ്രൂപ്പ് ചെയർമാൻ കെയർ ബാലനാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തി ഏതാനും പ്രതിഭകൾക്ക് നൽകിയിരുന്നു. ഇപ്പോൾ ഹിമയ്ക്കും ഈ കെയർ ഗ്രൂപ്പിൻ്റെ മൊമെൻറ്റോ നൽകുകയാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും നേരുകയാണ്.